ഈശ്വര പറഞ്ഞ പോലെ അങ്ങേര് വരുന്നുണ്ടല്ലോ. എടാ മോനെ, അവളുടെ അച്ഛൻ വരുന്നതിന് നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ? എടാ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അങ്ങേര് പിണങ്ങൂടാ. ഓ, അപ്പൊ അങ്ങേര് ഒരു പിണങ്ങേശ്വരനാണല്ലേ? അൾട്രാ പ്രോ മാക്സ്. അമ്മേ, ഇന്ന് അവളങ്ങ് പോവല്ലയോ? എന്നെങ്കിലും വെറുതെ വിട്, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ. അമ്മേ, കുറച്ച് സമാധാനപരമായിട്ടൊക്കെ ഇരിക്കും. ആ പെണ്ണി വീട്ടിലോട്ട് വന്നിട്ട് 1 മാസം തികയുന്നതിന് മുമ്പ് ഗർഭിണിയായി. ആ പറയുന്നവനാ എന്നോട് സമാധാനത്തെ കുറിച്ച് പറയുന്നത്. എടാ, നീ അല്ലായിരുന്നു എന്നോട് പറഞ്ഞേ ഈ ഓമനയമ്മയ്ക്ക് ഏതാണ്ട് നൈറ്റിയോ മാക്സിയോ അങ്ങനെ ഏതാണ്ട് മേടിക്കണോന്ന്? വേണ്ട, ഞാനേ വാട്സാപ്പിലോട്ട് സാധനം അയച്ചിട്ടുണ്ട്. മീഷോയിലെ ലിങ്ക്, അത് വാങ്ങിച്ചാൽ മതി കേട്ടോ. അത് ഒരു 3-4 സെറ്റ് വാങ്ങിച്ചേക്ക്. കണ്ടോ, ഇതിനെയൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്യാന്നേ ഉള്ളൂ. ഇതെന്താണോ വല്ലാതെ കുലുങ്ങുന്നേ? അച്ഛൻ വന്ന്. അച്ഛാ, ശരിയാടാ, അങ്ങേര് വന്ന്. ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കണ്ടെന്ന് നോക്ക്. അച്ഛാ, അച്ഛാ, അച്ഛൻ എപ്പോ വന്ന്? ഞാൻ വന്നിട്ട് 10-60 വർഷമായി. അല്ല, അച്ഛൻ ഇവിടെ എപ്പോ വന്നെന്നാ ചോദിച്ചേ? ഞാനിവിടെ വന്നോ എടുത്തോന്നൊക്കെ തിരക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അച്ഛാ, കേറി വാ അച്ഛാ. നീയാണോ എന്നെ വന്ന് ക്ഷണിക്കേണ്ടത്? അല്ലല്ലോ. അതെ, 1 ലിറ്റർ എടുക്കാം. അപ്പൊ നിനക്ക് വേണ്ടായോ? എന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞേ, എനിക്ക് 1 ലിറ്റർ വേണം. അച്ഛൻ വന്നു, അച്ഛനോട് കേറാൻ പറ. അങ്ങേരോട് പോയി വല്ല തെങ്ങും കയറാൻ പറ. അടങ്ങിയിരി, നീ പോയിട്ട് മറ്റേ സാധനം എടു. എവിടെ? ഈ വീട്ടിൽ പോയി ക്ഷണിക്കണോ? ഓ, അവിടെ ഉണ്ടോ? ഇവരെ കണ്ടാ എനിക്ക് ചോറി 2 വർത്തമാനം പറയാൻ അറിയാഞ്ഞിട്ടില്ല കേട്ടോ. വഴിയോട്ട് ചുറ്റി കഴിഞ്ഞാൽ കണ്ടോ. അച്ഛാ, അച്ഛാ, നീ ഒന്ന് എന്നോട് കാണിച്ചതേ വളരെ തെറ്റായിപ്പോയി. വളാപ്പിന് ക്ഷണിക്കാൻ വന്നപ്പോളേ നീ ചായ കുടിച്ചതേ പകുതിയെ നീ കുടിച്ചോളൂ. ഇതൊക്കെ ഒരു നിന്നയാ. ശരി അച്ഛാ, എന്റെ ഭാഗത്താ കുറ്റം. ആ ബാക്കി വെച്ച ചായ അവിടെ ഇരിപ്പുണ്ടോ? ഞാൻ പോയി എടുത്തു കുടിച്ചോളാം. നീ എന്താ പറയാടാ ഇവളെ കെട്ടിയത്? അവളെ ജോലിക്ക് വിടാമെന്നും പറഞ്ഞില്ലയോ? എന്നിട്ട് എന്താ പറ്റി? ആദ്യ മാസം തന്നെ ഗർഭിണിയാക്കി. ഒരു കൊച്ചിന്റെ ഭാവിയാ നീ കളഞ്ഞത്. അല്ലച്ചാ, 10ാം ക്ലാസ് തോറ്റ് ഇവക്ക് എന്ത് ജോലി കിട്ടാനാ? അതൊക്കെ പോട്ടെ. അച്ഛാ, സമയം നമുക്ക് ഇനി അകത്തോട്ടിരുന്നിട്ട് ബാക്കി ആരും സംസാരിക്കാം. അച്ഛന് വേണ്ടി ദേ താലപ്പൊലി റെഡി. മേളം മുഴങ്ങട്ടെ. ചൂടുണ്ട്. ഇവിടെ അവനല്ല ഗർഭിണി. പാലങ്ങനെ 2 തുള്ളിയല്ല, മുഴുവനായിട്ട് കുടിച്ചു തീർക്കണം. അല്ല, എനിക്ക് പാലത്രയും വേണ്ട. പാല് മുഴുവൻ കുടിച്ചില്ലെങ്കിലേ ഞാൻ ഇങ്ങോട്ട് നിങ്ങൾക്ക് ഇത് കുടിച്ചിരുത്താ പോരെ? മതിയോ? എന്നാലും നിങ്ങളുടെ ആ കല്യാണത്തിന്റെ തലേ ദിവസം ആ കൊച്ചിനെ അന്ന് രാത്രി തന്നെ വിളിച്ചോണ്ടിറക്കിക്കൊണ്ട് വന്നേ ഭയങ്കര ബാഡായി പോട്ടോ. വെരി ബാഡ്. നീ എന്താ പറഞ്ഞിട്ട് ഈ പറയുന്നത്? നിനക്കൊരു കാര്യം അറിയോ? ഇവളുടെ ചേച്ചിയുടെ കല്യാണത്തിന് കാല് വിട്ടെഴുതപ്പം അങ്ങനെ കാലെ ഇങ്ങനെ ടച്ച് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് ഉള്ള വണ്ടിയുടെ മൊത്തം കാറ്റൂരി വിട്ടാനെ അങ്ങേര് കല്യാണം മുടക്കി. അത് എനിക്ക് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ശരിയാടാ, നീ ചെയ്തതിൽ ഒരു തെറ്റില്ല. ഞാൻ അന്നേലും അങ്ങനെ ചെയ്യത്തുള്ളൂ. കഴിക്കാം. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? അവൻ ഇല ഇട്ടേക്കുന്നുണ്ടോ? എങ്ങോട്ടാ ഇല ഇട്ടേക്കുന്നത്? അത് കഴിഞ്ഞ് പച്ചടിക്ക് വരെ അവൻ എന്ത് ഇട്ടേക്കുന്ന? ആദ്യം മാങ്ങ അച്ചാറ്. ഇവിടെ അഴിമതിയാ നടക്കുന്നത്. ഇവിടെ ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. വീട്ടിൽ നിന്നൊക്കെ എങ്ങനെ കഴിക്കാൻ തോന്നും? കുറച്ച് സംസാരിക്കുന്നുണ്ട്. എന്ത് സംസാരിക്കാൻ? കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് താഴ്മയോടെ സംസാരിക്കണം. കുറച്ച് കാര്യം സംസാരിക്കണ്ടെന്ന് വാ. അങ്ങനെ അച്ഛാ, എന്നോട് വല്ല പിണക്കം എന്തെങ്കിലും ഉണ്ടോ? ഇതിനൊക്കെ എങ്ങനെ പിണങ്ങാനാ?
അതെനിക്ക് മനസ്സിലായി. ഗ്ലാസ് ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണം ഒഴിക്കട്ടെ. ആ ഒരു 90 ഒഴി, വെള്ളം ഒഴിക്കട്ടെ. എന്നിട്ട് വേണം അതിന്റെ പവിത്രത നഷ്ടപ്പെടാൻ. ഇങ്ങട് അച്ഛാ, ഒരു പ്രശ്നമുണ്ട്. എനിക്ക് കേക്ക് മുറിക്കുന്നതിന് വേണ്ടിയിട്ട് കേക്ക് മേടിക്കാൻ പോകണം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിത് അടിച്ചിട്ട് കേക്ക് മേടിക്കാൻ പോയിട്ട് വരാം. അച്ഛനപ്പോഴത്തേന് ഇതിരുന്നടി. ആ ഇതിനൊക്കെ എങ്ങനെയാ പിണങ്ങുന്നേ? ബി ചിൽ. ഇനി അച്ഛന് കൂട്ടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ കൊട്ട അപ്പുറത്ത്. എടാ കേക്ക് പിന്നെ കേൾക്കാൻ സമയമില്ല. ഇതിന്റെ പേരിലൊക്കെ എങ്ങനെ അച്ഛൻ പിണങ്ങില്ല കേട്ടോ. കഴിഞ്ഞ 90 ഈ 90 കൂടെ കയറ്റി 180 കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 90 ഈ 90 കൂടെ കയറ്റി. ഇത് അടിച്ച അച്ഛൻ അങ്ങ് ഹാപ്പി ആവും. എന്നാ അടി. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ആദ്യം അറിയിക്കണ എന്നെയാ. ഞാനൊരു പട്ടാളക്കാരന്റെ ഭാര്യയുടെ ഭാര്യ. രാവിലെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുവോ? നീ ഇങ്ങോട്ട് എടുത്തേ ഇങ്ങോട്ട്. കർത്താവേ, കർത്താവേ. അച്ഛനോടാ. അയ്യോ, കൊച്ചാട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അടിച്ച് കൊഞ്ചാണ്ടിരിക്കുവല്ലയോ. അയ്യോ, കണ്ടത് കേറ്റും കൂടെ ഒഴിച്ചു കൊടുക്ക്. ഉണ്ടായിരിക്കട്ടെ കാലിലൊന്ന്. അവരൊക്കെ പോട്ടെ പോകട്ടാ. നമുക്ക് അച്ഛനൊരു കിഡിലും കിടക്കച്ഛൻ്റെ സ്പെഷ്യൽ ഒരു ഡ്രൈ കൊണ്ട് ഞാൻ ഒഴിച്ചു തരാം. ഇത് അടിച്ചാൽ നല്ല പിടുത്തോ. അതുകൊണ്ട് എന്നെ തന്നെ കണ്ടില്ലേ. എന്നാ അടി ബ്രോ, പിടി. ഇനി എന്റെ കൊളമൊന്നും കണ്ടിട്ടില്ല. മണം അടിച്ചിട്ട് ഫിറ്റായ ഇത് അടിച്ചിട്ട് കാണിക്കച്ചാ. നീ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. പറയാൻ ഇങ്ങോട്ട് വാ. അച്ഛാ, അച്ഛാ, വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കാലം വരുന്നത് കേട്ടോ. ആര്? അച്ഛൻ. അയ്യോ, സമ്മന്തം വീട്ടിൽ വന്നിട്ട് കാണിക്കുന്ന കോലം കണ്ടില്ല. കുടിച്ച് കൂത്താടി. അയ്യോ, നശിപ്പിക്കുന്ന പരിപാടിയെല്ലാം പിടിച്ച് മാറ്റാൻ. അയ്യോ, എന്റെ മരുമോളെ പിടിച്ചോണ്ട് പോന്നേ. നല്ലൊരു ദിവസം നശിപ്പിക്കുന്ന ഞാൻ. അയ്യേ, ഈ പുള്ളി ഭയങ്കര ഫിറ്റാ. ഞാനുണ്ടല്ലോ ഈ ഗ്ലാസ് തുളുമ്പേ ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നത്. എത്ര ഗ്ലാസ് അടിച്ചെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. അച്ഛാ, ഞാനും അടിക്കുന്ന ഒരാളാ. ഒരെണ്ണം അടിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇമാതിരി അലമ്പ് കാണിക്കുന്ന നല്ല വീട്ടിൽ കേട്ടോ. ഈ സത്യമായിട്ട് ഞാൻ അടിച്ചിട്ടില്ല. കണ്ട മണമില്ലാത്ത സാധനം അടിച്ചേക്കിയോ? എന്താ നിങ്ങനെയൊക്കെ പൂസാവോ? ആരും എന്നോട് പിണങ്ങരുത്, എനിക്ക് വിഷമമാണ്. പിണങ്ങും. പിണങ്ങിയിരിക്കും. ഞാൻ എന്തായാലും എന്നെ അതെ, വിശക്കുന്നു, ചോറെടുക്കും. അത് വിളിക്കുമ്പോ ഒന്ന് കഴിക്കണമായിരുന്നു. പിണങ്ങാൻ നോക്കില്ലയോ? പക്ഷെ എനിക്ക് പിണക്കൊന്നുമില്ല സത്യമായിട്ട്. ഇവിടെ മോനെ പിണക്കൊന്നുമില്ല. എടി, കൊണ്ടുപോകാനുള്ള സാധനം എടുത്ത് വെക്ക്. വേണ്ടേ? നല്ല കാറൊന്നും ഇല്ലെങ്കിൽ ഞാൻ വരത്തില്ല. ഞങ്ങള് വിടത്തുമില്ല. വിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെല്ലാരും എന്നോട് പിണങ്ങാൻ നോക്കുക, എനിക്ക് മനസ്സിലായി. പിണക്കമില്ല സത്യമായിട്ടും. മോനെ പിണക്കമില്ലടാ. മരുവാനെ